ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ പൂർത്തിയായി. പേട്ടതുള്ളലിൽ പങ്കെടുത്ത അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെട്ടു. മതസൗഹാർദ്ദത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമായ എരുമേലി പേട്ടതുള്ളലിനോടനുബന്ധിച്ച ചടങ്ങുകൾ രാവിലെ 11 മണിയോടുകൂടിയാണ് തുടങ്ങിയത്. അമ്പലപ്പുഴ സംഘത്തിന് നേതൃത്വം നൽകുന്നവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ചേർന്ന് സ്വീകരിച്ചു. തൊട്ടു പിന്നാലെ തിടമ്പുകളിൽ ആരതി ഒഴിഞ്ഞതോടെയാണ് പേട്ടതുള്ളൽ ആരംഭിച്ചത്. ശരണം വിളികളുടെയും താളമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ അമ്പലപ്പുഴ പേട്ട സംഘം ശ്രീകൃഷ്ണപരന്ത് വാനിൽ വട്ടവിടാൻ തുടങ്ങിയതോടെ വാവരുപള്ളി ലക്ഷ്യമാക്കി നീങ്ങി. പള്ളിയിൽ വെച്ച ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പേട്ട സംഘത്തിന് സ്വീകരണം നൽകി. പള്ളിയിൽ നിന്നും ഇറങ്ങിയ സംഘം ശബരിമലയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങിയത്. പേട്ട സംഘം എരുമേലി പള്ളിയിൽ പ്രദക്ഷിണം വെക്കാതെ ആചാരപ്രകാരം സന്നിധാനത്തേക്ക് യാത്ര തുടങ്ങി. ആദ്യം യാത്ര തുടങ്ങിയ അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വാവരുസ്വാമിയും സന്നിധാനത്തേക്ക് പുറപ്പെട്ടു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ആലങ്ങാട്ട് സംഘം വാവരുപള്ളിയിൽ പ്രദക്ഷിണം ഒഴിവാക്കുന്നത്. എരുമേലി പേട്ടതുള്ളുന്ന സംഘങ്ങൾ 13-ാം തീയതി പമ്പയിൽ എത്തിച്ചേരും. പമ്പ സദ്യയ്ക്കും പമ്പ വിളക്കിനും ശേഷം ഇരു സംഘങ്ങളും ദർശനത്തിനായി സന്നിധാനത്തേക്ക് പുറപ്പെടും. ശബരിമല സന്നിധാനത്ത് മകരവിളക്കിന് ശേഷമുള്ള എഴുന്നള്ളത്തുകളിൽ പങ്കാളികളായതിനു ശേഷമായിരിക്കും ഇരു സംഘങ്ങളും മലയിറങ്ങുക. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. അയ്യപ്പന് സ്വർണത്തിൽ നിർമ്മിച്ച അമ്പും വില്ലും വെള്ളിയാനകളും കാണിക്കയായി